നമസ്തേ, നമസ്തേ, നമസ്തേ. നമ്മുടെ മുൻ ഡി ജി പിയും ഇപ്പോഴത്തെ ബി ജെ പി നേതാവും ബി ജെ പി കൗൺസിലറുമായ ട്രിവാൻഡ്രത്തെ കൗൺസിലറുമായ ആർ ശ്രീലേഖ മാഡവും പ്രശാന്തും തമ്മിലുള്ള ചെറിയ ഒരു അസ്വാരസ്യങ്ങൾ, അത് ഒരിക്കലും ശ്രീലേഖ മാഡം ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. അതിനെ നൈസായിട്ട് വളച്ചൊടിച്ച് പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ട് നൈസായിട്ട് കുറച്ച്, എന്താ പറയുക, ചോര ഊറ്റി കുടിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ അത് നടന്നില്ല. അത് ആ, അടപടലം അടപടലം മനസ്സിലായല്ലോ. അടപടലം അത് ഇതായിപ്പോയി, ചീറ്റിപ്പോയി. അപ്പോൾ അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ഭയങ്കര ശ്രമമായിരുന്നു സി പി എംകാർ നടത്തിയത്. പക്ഷേ അടപടലം അത് മൂ 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 ഓക്കെ. അപ്പം ഈ ഒരു സംഭവം ചീറ്റി. അപ്പോൾ അതിനുശേഷം എനിക്ക് ഇവിടെ ഒഴിയാൻ കഴിയില്ല, എനിക്ക് ബി ജെ പി അല്ല, സോറി, എം എൽ എ ഓഫീസ് ഒഴിയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അതാരായാലും ഒഴിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഞാൻ വാടക കൊടുക്കുന്നതാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ തിരക്കിയപ്പോൾ മനസ്സിലായി വാടക 300 സംതിങ് ആണ്, അത് 4 മാസം കുടിശ്ശികയുണ്ട്. അതായത് പുള്ളി എന്താണോ ഇതാക്കാൻ ശ്രമിച്ചത്, പക്ഷെ തിരിച്ച് ഗോളെല്ലാം പുള്ളി വാങ്ങിച്ച് കെട്ടുമായിരുന്നു ചെയ്തത്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിനിടെ നമ്മുടെ മന്ത്രി ശ്രീ ശിവൻകുട്ടിയൊക്കെ വന്ന് പറഞ്ഞു, ഡി ജി പി ആണെങ്കിൽ ഒഴിപ്പിക്കാൻ പറ്റത്തില്ല, പിന്നാണോ ഒരു കൗൺസിലർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇതിനകത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകർ പറയുന്ന ന്യൂസും അവിടുത്തെ ഉള്ള റിപ്പോർട്ടും അനുസരിച്ചിട്ട് പുള്ളി ഇപ്പോൾ അവിടുന്ന് ഓഫീസ് ഒഴിവാണ്. പുള്ളിയുടെ ഈ നമ്മുടെ രാജമാണിക്യത്തിനകത്ത് മമ്മൂക്ക പറഞ്ഞല്ലേ, സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിയുന്നു എന്ന് കേൾക്കുന്നു. പൂർണ്ണമായിട്ടാണോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തതയില്ല, ഞാൻ ന്യൂസൊന്നും കണ്ടില്ല. അപ്പോൾ അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ തന്നൊരു ന്യൂസാണ്. അപ്പോൾ അദ്ദേഹം മിക്കവാറും കംപ്ലീറ്റ് ആയിട്ട് 1-2 ദിവസം കൊണ്ട് ഒഴിയും. അതുപോലെ ഈ മാപ്രകൾ ശ്രീലേഖ മാഡത്തിനെ ആക്രമിച്ച, അതായത് ആ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെ വക്രീകരിച്ച് കാണിക്കുന്ന കപട ബുദ്ധികളായിട്ടുള്ള ഈ ചി- ആ, ദുഷിച്ച ബുദ്ധിയായിട്ടുള്ള ഈ മാധ്യമ സുഹൃത്തുക്കൾ എന്ന് ഒരിക്കലും ഇവരെ പറയാൻ പറ്റില്ല. മാധ്യമ കീടങ്ങൾ, മാപ്രകൾ. കാരണം ഇപ്പോൾ ശ്രീലങ്ക മാഡത്തിന് നല്ല റീച്ചാണ് ഫേസ്ബുക്കിലെല്ലാം കിട്ടുന്നത്. അദ്ദേഹം ഈ മാപ്രകളെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ശ്രീലങ്ക മാഡം എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇടുന്നു. വളരെ ഇപ്പം തന്നെ ഇന്നലെ ഒരു 24 മണിക്കൂർ ആയിട്ടില്ല, നല്ല അടിപൊളിയായിട്ടാണ് 1 മില്യൺ കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്. മനസ്സിലാകുന്നില്ല ശ്രീ വി കെ പ്രകാശിൻ്റെ നിലപാടെന്താണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇറങ്ങിപ്പോകില്ല എന്ന് ഭയങ്കര കട്ടയ്ക്ക് വാശി പിടിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പം ദേ ഇറങ്ങിപ്പോകേണ്ടി വരുന്നു, സ്വാഭാവികം.